കർക്കിടകക്കഞ്ഞി എന്നൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഇതുവരെ ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്രാവശ്യം കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പേ ഒരു കിറ്റ് മേടിച്ച് വെച്ചു. ഇത് മേടിച്ചത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം, ഓർഡർ വരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പം ഇത് വീഡിയോ കാണിച്ചിട്ട് ബൾക്കായിട്ട് ഓർഡർ വരുന്നുവെങ്കിൽ ഞാൻ എടുത്ത് തരാം എന്നുള്ള ചിന്തയോടെയാണ് എടുത്ത് വെച്ചത്. പക്ഷേ സംഭവം വിട്ടുപോയി. ഇന്നലെയാണ് ഓർത്തത്, അയ്യോ ഇങ്ങനൊരു സാധനം കയ്യിലുണ്ടല്ലോ എന്ന്. അപ്പം തന്നെ വിചാരിച്ചു എങ്കിൽ ഇതിന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്ന്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ചുക്ക്, കുരുമുളക്, ജീരകം, ഗ്രാമ്പൂ, ജാതിക്ക, തിപ്പലി, ഉലുവ, ആശാളി, കരിഞ്ജീരകം, അയമോദകം, കുറുന്തോട്ടി, തക്കോലം, കുടകപ്പാലേരി, വിഴാലരി, കാർക്കോകിലരി, ചെറുപുന്നേരി, ഏലത്തരി, കൊത്തമ്പാലയരി. അപ്പോൾ ഇതിൽ പലതിൻ്റെയും പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അരിയുടെ 7 പാക്കറ്റും പിന്നെ അതിൻ്റെ ഔഷധക്കൂട്ടിൻ്റെ പൊടിയാണ് ഒരു പാക്കറ്റ്. ഒരാൾക്ക് ഒരു പാക്കറ്റ് എന്നുള്ള രീതിയിൽ 7 ദിവസത്തെ ഇതാണ്. അതായത് ഒരു കിറ്റിൽ ഒരാഴ്ചത്തെ കഞ്ഞിക്കുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് അരിയും 7 ഗ്രാം ഔഷധക്കൂട്ടും, അതാണ് കണക്ക്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 2 പാക്കറ്റ് അതിൻ്റെ അരിയും അതുപോലെ 14 ഗ്രാം അതിൻ്റെ ഔഷധക്കൂട്ടും കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ശരീരത്തിന് ധാരാളം ഗുണങ്ങളുള്ളതാണ്. കർക്കിടകത്തിൽ ഇത് കഴിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തു, ഔഷധക്കൂട്ടും ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്. നമ്മുടെ കുക്കറിൽ ഡിപ്പെൻഡാണ് കേട്ടോ. എൻ്റെ കുക്കറിൽ ഞാനൊരു 3-4 വിസിലടുപ്പിച്ച് ഓഫ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം ഓപ്പൺ ചെയ്തപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു, അടിക്കൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റാണ്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അരി വെന്തതിന് ശേഷം തേങ്ങാപ്പാലൊഴിച്ച് മിക്സ് ചെയ്യണമെന്ന്. ഒരു പാക്കറ്റിന് അരമുറി തേങ്ങയാണ് പറയുന്നത്. ഞാൻ 2 പാക്കറ്റിനൂടെ അരമുറി തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പാലും ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തിളച്ച വെള്ളമാണ് പിന്നീട് ചേർത്തത്, വെള്ളത്തിന് ഇച്ചിരി ലൂസാക്കാൻ വേണ്ടി. അത് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അരി വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് വേണമെങ്കിൽ ഇടാം, ഞാനത് മറന്നു പോയതാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അന്യായ ടേസ്റ്റാണ് തേങ്ങാപ്പാലിന്. ഓൾറെഡി ടേസ്റ്റ് ഉണ്ടല്ലോ. തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം, വേറെ പാലൊന്നും ഒഴിക്കല്ലേ. എന്നിട്ട് ലേശം നെയ്യിനകത്ത് കൊച്ചുള്ളി മൂപ്പിച്ചിടണം. ജോസാന് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ജോസാൻ്റെ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചു. എൻ്റെ ഈ പാത്രത്തിൽ നെയ്യിനകത്ത് ഇച്ചിരി കൊച്ചുള്ളിയും വറുത്തിട്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്.